ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് 125 B6 മുള്ള വണ്ടി. നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് വന്നതാണ്. നിലവിൽ പറഞ്ഞത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 26,394 കിലോമീറ്ററിലാണ് നമ്മളിപ്പോൾ സർവീസിന് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ആ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വൈബ്രേഷൻ സൗണ്ട്, നല്ല രീതിയിൽ ജർക്കിങ് സൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുണ്ടല്ലോ, ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്ര മേജറായിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ലീക്ക് തുടക്കമാണ്, ആരംഭമാണ് കേട്ടോ. അത് ഓടിക്കുക. നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അഴിച്ച് മാറ്റാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ഹീറ്റാവും ഈ ഭാഗത്ത്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഓയിൽ കണ്ടൻറ്റ് വന്നാൽ പോലും അങ്ങനെ പടർന്ന് പോകും. പിന്നെ ആ ഭാഗത്ത് പൊടി പിടിക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ തോന്നണം കേട്ടോ. അപ്പോൾ ഞാൻ സർവീസ് വാഷിങ്ങിന് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്കിന് കയറിയേക്കണത് കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ സർവീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വാഷിങ് കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികം വാഷിംഗ് സർവീസ് സെൻറ്റർ ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. വാട്ടർ സർവീസ് നിങ്ങൾ ചെയ്യിച്ചാലും മതി, പുറത്ത് കൊടുത്ത് ചെയ്താലും മതി. നമ്മളായാലും ഇവിടെ നിന്ന് പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്യിച്ചാലും മതി. അപ്പോൾ ആ സമയത്ത് ഈ സൈഡ് ഒന്ന് അത്യാവശ്യം നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറയാം കേട്ടോ. കാരണം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നോക്കാം. ചെറിയൊരു ലീക്കിൻ്റെ ആരംഭമാണ്. കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം. അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചേക്കണതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റും നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. വലിയ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ക്ലച്ച് ഭാഗമായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് എയറൊക്കെ അടിച്ച് ക്ലീനാക്കി ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ എന്തായാലും ഈ ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ കൂട്ടത്തേക്കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കി വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച്, കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീലും ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് കവറിൻ്റെ ഭാഗത്താണ് വൈബ്രേഷൻ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്ത് തരാം. വണ്ടിയുടെ ഈ സൈഡൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഒരു സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽ. ഞാനപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടുള്ളൂ. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേറെ പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, അപ്പോൾ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് അതൊക്കെ മാറ്റണേ. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഞാൻ ബാക്കിയത്തെ വർക്ക് ചെയ്യാം. അപ്പോൾ വാട്ടർ സർവീസ് നിങ്ങളായാലും ഇപ്പോൾ നമ്മളായാലും പുറത്ത് കൊടുത്ത് ചെയ്യണം. അപ്പോൾ നിങ്ങളായാലും പുറത്ത് കൊടുത്ത് ചെയ്യിച്ചാലും മതി. ഓക്കെ, ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഏകദേശം ഒരു 7:30-ക്കുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. അത് അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും വന്നാൽ മതി. അതിക്ക് മുമ്പാവണേ ഞാൻ വിളിച്ചോളാം കേട്ടോ.